ഹലോ എവരിവൺ, ഏവർക്കും വിൻസ്പയറിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ അധ്യാപക പരീക്ഷകൾക്കും ചോദിക്കാറുള്ള പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങളാണ്. അപ്പൊ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയാനുള്ള കാരണം പിയാഷയുടെ വൈജ്ഞാനിക വികാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വികാസഘട്ടങ്ങളെ കുറിച്ചാണ്. അതെ, പിയാഷെ വികാസഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 4 വൈജ്ഞാനിക വികാസഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിയാഷെയുടെ വൈജ്ഞാനിക വികാസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. വൈജ്ഞാനിക വികാസഘട്ടം പറയുന്നതിന് മുന്നേ ഒന്ന് രണ്ട് പോയിന്റ് കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വൈജ്ഞാനികവാദത്തിന്റെ പിതാവ് പിയാഷെയാണ്. റിങ് പിയാഷെയാണ് വൈജ്ഞാനികവാദത്തിന്റെ പിതാവ്. അപ്പോൾ വൈജ്ഞാനികവാദം അനുസരിച്ചാണ് നിലവിൽ നമ്മുടെ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ നടക്കേണ്ടത്. ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട്, വൈജ്ഞാനിക ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ക്ലാസ് മുറിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് നമ്മൾ കുറച്ചധികം പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ദെൻ പിയാഷയെ കുറിച്ച് മറ്റൊരു വിശേഷണം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ചൈൽഡ് സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയാഷെയാണ്. അപ്പൊ ചൈൽഡ് സൈക്കോളജിയെ കുറിച്ച് കേൾക്കുമ്പോൾ മറ്റൊരു പോയിന്റ് കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് E.L. തോണ്ടേക്കാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പൊ വൈജ്ഞാനിക വികാസത്തെക്കുറിച്ച് പിയാഷെ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുട്ടി കുഞ്ഞായിരിക്കുന്ന സമയത്ത് ശൈശവത്തിൽ നിന്നും പക്വതയിലേക്ക് വളരുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ അവന്റെ വികാസത്തിന് വേണ്ടി സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ പിയാഷയെ കുറിച്ച് കേൾക്കുമ്പോൾ ബുദ്ധിയാണ് മെയിൻ എന്ന് ഓർക്കുക. ബുദ്ധിയെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചുമാണ് പിയാഷെ ഒരുപാട് ഊന്നൽ നൽകിയിട്ടുള്ളത്. വൈഗോട്സ്കിയിൽ നിന്നും ബ്രൂണറിൽ നിന്നും പിയാഷെ വ്യത്യസ്തനാകുന്നത് അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുട്ടിയുടെ ചിന്താ പ്രക്രിയയുടെ വികസനത്തിന് 4 ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ ചിന്താ പ്രക്രിയയുടെ വികസനത്തിന് 4 കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ആ 4 കാര്യങ്ങളാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. നമ്പേഴ്സ് ശ്രദ്ധിക്കുക, എല്ലാത്തിലും 1 എന്നാ കൊടുത്തിട്ടുള്ളത്. 1 to 4 എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ശാരീരിക പക്വത. ചെറിയ പ്രായത്തിലുള്ള അതേ ചിന്തയല്ല നമുക്ക് ഇപ്പോഴുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നത് പോലെ തന്നെയാണോ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല. 1-ാം ക്ലാസ്സുകാരൻ ചിന്തിക്കുന്നത് പോലെയാണോ 4-ാം ക്ലാസ്സുകാരൻ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പൊ ഇങ്ങനെ ശാരീരിക പക്വത അനുസരിച്ച് മനുഷ്യന്റെ ചിന്താ പ്രക്രിയയിൽ വ്യത്യാസം വരും. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അല്ലെ? അത് നമ്മുടെ ശരീരം വളരുന്നതിനനുസരിച്ച് നമ്മുടെ ബുദ്ധിയിൽ നോർമലി വികാസം ഉണ്ടാകും. അങ്ങനെ വികാസം ഉണ്ടായില്ലെങ്കിൽ അത് ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് മനഃശാസ്ത്രത്തിന്റെ കയ്യിലുള്ള സാധനം അല്ല. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി രണ്ടാമത്തെ ഘടകം, നമ്മുടെ വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകം പ്രവർത്തനമാണ്. അപ്പോൾ ഒരു കുട്ടി ഏതൊക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവന്റെ വൈജ്ഞാനിക വികാസത്തിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒരു കുട്ടി അവന്റെ ബുദ്ധി വികസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധി വളരെ വേഗത്തിൽ വർദ്ധിക്കും. അപ്പൊ ഇന്ന് പലതരത്തിലുള്ള ടോയ്സ് ലഭ്യമാണ്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ചില ടോയ്സ് അവൈലബിൾ ആണ്. ടോയ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ, വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുട്ടിക്ക് നിറങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ, അതുപോലെ കുട്ടിക്ക് ഷേപ്സിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പല ആക്ടിവിറ്റീസും നമുക്ക് ചെയ്തു കൊടുക്കാം, അല്ലെ? അപ്പൊ വീട്ടിൽ തന്നെ പല വസ്തുക്കളും അവന്റെ മുന്നിൽ കാണിച്ചിട്ട് ഇത് ഇന്ന കളേഴ്സ് ആണ്, ഇത് റെഡ് ആണ്, ഇത് ബ്ലൂ ആണ് എന്നൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് അവനെ പറ്റും. അതുപോലെ തന്നെ ടേബിൾ കാണിച്ചിട്ട് ഇതാണ്, ഈ ഷേപ്പാണ് റെക്റ്റാങ്കിൾ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ ഫാനിന്റെ ആ ഒരു മിഡിൽ ഭാഗം കാണിച്ചിട്ട് ഇതാണ് റൗണ്ട്, ഇതാണ് സർക്കിൾ എന്നൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം ആക്ടിവിറ്റീസ് കൊടുത്താൽ അവന്റെ മാനസിക പ്രവർത്തനം കുറച്ചുകൂടി സ്പീഡാകും. ദെൻ മൂന്നാമതായിട്ട് പിയാഷെ പറയുന്നത് സാമൂഹിക അനുഭവങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്ത വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ വൈജ്ഞാനിക ബോധത്തിൽ, അല്ലെങ്കിൽ അവന്റെ വൈജ്ഞാനിക വേഗതയിൽ, ചിന്താ പ്രക്രിയയിലൊക്കെ വ്യത്യാസം വരാനുള്ള കാരണം അവന്റെ സാമൂഹിക അനുഭവങ്ങളാണ്. ഉറപ്പായിട്ടും ഒരു കുട്ടി വരുന്ന സാമൂഹിക ചുറ്റുപാട് അവന്റെ ബുദ്ധിയെ സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരേ പ്രായത്തിലുള്ള
ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബുദ്ധിയിൽ വ്യത്യാസം വരാൻ കാരണം അവൻ്റെ സാമൂഹിക ചുറ്റുപാട് കൂടിയാണ്. ഈ മൂന്ന് കാര്യങ്ങൾക്കും, ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾക്കും നമ്മുടെ പിയാഷെയുടെ ചർച്ചയിൽ ഒരുപാട് ശ്രദ്ധ അദ്ദേഹം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് പ്രാമുഖ്യം കൊടുക്കുന്നില്ല. അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് പ്രിഫറൻസ് നൽകുന്നത്, സ്ട്രെസ് ചെയ്ത് പറയുന്നത് സന്തുലീകരണത്തെക്കുറിച്ചാണ് കേട്ടോ. ഈ സന്തുലീകരണം എന്ന അവസാനത്തെ പോയിന്റിനെ കുറിച്ചാണ്. സോ നമ്മൾ ഇന്ന് സന്തുലീകരണം എന്താണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് സന്തുലീകരണം? സന്തുലീകരണം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള ഒരു കാര്യത്തെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്ന അവസ്ഥയാണ് സന്തുലീകരണം. ഒന്നുകൂടി പറയുന്നു, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയാണ് സന്തുലീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലും നമുക്ക് അവിടെ മനസ്സിലാകാത്തതായിട്ടുണ്ട് എങ്കിൽ ഒരു അസന്തുലീകരണ അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം പുതുതായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ അസന്തുലീകരണം ഫീൽ ചെയ്യണം, നമുക്കൊരു അസന്തുലീകരണം ഫീൽ ചെയ്യണം. അപ്പം നിങ്ങളൊരു ചോദ്യ പേപ്പർ എടുത്ത് നോക്കുന്നു, അതിൽ 10 ചോദ്യങ്ങളുണ്ട്, 5 ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം, 5 എണ്ണം നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങളിൽ അസന്തുലീകരണ അവസ്ഥ ഉണ്ടാകുന്നു. ബാക്കി 5 എണ്ണം കൂടി നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നുന്നു. ആ 5 എണ്ണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തുലീകരണ അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് സന്തുലീകരണത്തിലേക്ക് വരുന്ന സമയത്ത് അവൻ അറിയേണ്ടതെല്ലാം അറിയുന്നു. അപ്പോൾ അസന്തുലീകരണ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഒരു കുട്ടി പഠിക്കാൻ തയ്യാറാകുന്നത്. പഠിച്ചു കഴിയുമ്പോൾ അവൻ എന്തിലേക്ക് വരുന്നു? സന്തുലീകരണത്തിലേക്ക് വരുന്നു. അപ്പൊ പഠന പ്രക്രിയ നേരിട്ട് ബന്ധപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്, ഈ ഒരു ഘടകത്തിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഘടകത്തെ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് സന്തുലീകരണം ഉണ്ടാകുന്നത്? അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മാപ്പ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ സന്തുലീകരണം നമുക്ക് ക്ലിയർ ആവും. അപ്പൊ എങ്ങനെയാണ് സന്തുലീകരണം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, സന്തുലീകരണം നടക്കുന്നത് 2 പ്രോസസ്സിലൂടെയാണ്. അനുരൂപീകരണം, സംയോജനം. അങ്ങനെ തന്നെ പഠിക്കണം. നമുക്ക് ഇതിൽ നിന്നും ചോദ്യങ്ങൾ വന്നാൽ ഓപ്ഷൻസിൽ അനുരൂപീകരണം, സംയോജനം, സ്വാംശീകരണം, സംസ്ഥാപനം ഇതെല്ലാം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പൊ സന്തുലീകരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അറിയാത്തൊരു കാര്യത്തെ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് സന്തുലീകരണമാണ്. ഈ സന്തുലീകരണം നടക്കുന്നത് 2 പ്രക്രിയയിലൂടെയാണ്. ഒന്ന് അനുരൂപീകരണവും മറ്റൊന്ന് സംയോജനവും. അപ്പൊ അനുരൂപീകരണം, സംയോജനം എന്താണെന്ന് അറിയണമെങ്കിൽ അതിലെ ഏറ്റവും ബേസിൽ വരുന്ന 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സംസ്ഥാപനവും അറിഞ്ഞിരിക്കണം, സ്വാംശീകരണവും അറിഞ്ഞിരിക്കണം. അത് രണ്ടും എന്താണ് എന്ന് പറഞ്ഞാലേ നമുക്ക് അനുരൂപീകരണവും സംയോജനവും എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക പ്രക്രിയയുടെ അല്ലെങ്കിൽ ചിന്താ പ്രക്രിയയുടെ അടിസ്ഥാന ഘടകമായി പിയാഷെ പറയുന്നത് സ്കീമയാണ്. സ്കീമ ഓർത്തു വെക്കുക, സ്കീമ. ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ അല്ലെങ്കിൽ ചിന്താ പ്രക്രിയയുടെ അടിസ്ഥാന ഘടകം സ്കീമയാണ്. അപ്പം മനുഷ്യ ശരീരം സെല്ല് കൊണ്ട് അടുക്കി വെച്ച് നിർമ്മിച്ചതുപോലെ സെല്ലുകൾ, കോശങ്ങൾ ക്രമീകരിച്ചാണ് നമ്മുടെ അവയവങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചിന്തകൾ നടക്കുന്നത്, പുതിയ പുതിയ അറിവുകൾ നിർമ്മിക്കുന്നത് സ്കീമകൾ കൃത്യമായിട്ടും അടുക്കും ചിട്ടയോടുകൂടി ക്രമീകരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു സ്കീമകളുടെ ക്രമീകരണം എങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വാംശീകരണം, സംസ്ഥാപനം എന്നീ പേരുകൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ആദ്യം എന്താണ് സ്വാംശീകരണം എന്ന് നോക്കാം. അപ്പം ഇതിനകം തന്നെ നമ്മുടെ തലച്ചോറിൽ കുറേ സ്കീമകളുണ്ട്. ഇതൊക്കെ കോൺസെപ്റ്റാണ്, സ്കാൻ ചെയ്ത് നോക്കിയാൽ സ്കീമയൊന്നും കാണാൻ പറ്റില്ല, ഇതൊക്കെ സങ്കല്പങ്ങളാണ് കേട്ടോ. അപ്പോൾ സ്വാംശീകരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പുതുതായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അത് പഠിക്കാൻ നിലവിലുള്ള സ്കീമ തന്നെ മതി, പുതിയൊരു സ്കീമ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തെ പഠിക്കുന്നതിനാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ഒന്നുകൂടി, നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തെ പഠിക്കുന്നതിനാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു കുട്ടി ചെറിയ ക്ലാസ്സിൽ വെച്ച് പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ്, നീല, പച്ച എന്നിവ പഠിക്കുന്നു. റെഡ്, ബ്ലൂ, ഗ്രീൻ പഠിക്കുന്നു. ഈ കുട്ടി നേരെ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്ന സമയത്ത് അവനൊരു ബോർഡ് കണ്ടു, എയർടെലിന്റെ വലിയൊരു ബോർഡ് കണ്ടു. അപ്പൊ എയർടെലിന്റെ ബോർഡ് കണ്ടിട്ട് കുട്ടി പറയുന്നു, അച്ഛാ അതാ റെഡ് കളർ. ആ റെഡ് കളർ അവൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? അവന്റെ പ്രൈമറി ക്ലാസ്സിൽ അല്ലെങ്കിൽ അവന്റെ KG ക്ലാസ്സിൽ വെച്ച് ടീച്ചർ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു റെഡ് കളർ ബോൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഇതാണ് റെഡ് കളർ. അപ്പൊ ഈ റെഡ് കളർ കണ്ട കുട്ടിക്ക് ആ സ്കീമ കിട്ടി, അവനിൽ ആ സ്കീമ പതിഞ്ഞു. ഈ പതിഞ്ഞ അതേ സ്കീമ വെച്ച് തന്നെയാണ് അവൻ പുതിയൊരു സാഹചര്യത്തിൽ കളർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് ഒരു പുതിയ കാര്യത്തെ മനസ്സിലാക്കുന്നതിന് സ്വാംശീകരണം എന്ന് പറയുന്നു.
അപ്പോൾ അവിടെ പുതിയ സ്കീമയുടെ ആവശ്യം വരുന്നില്ല. അതാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. നിലവിലുള്ള സ്കീമ തന്നെ നമുക്ക് അവിടെ മതി. എന്നാൽ സംസ്ഥാപനമാകുമ്പോൾ പുതിയൊരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് വേണ്ടി വരും? നിലവിലുള്ള സ്കീമയെ മാറ്റം വരുത്തേണ്ടി വരും. പുതിയ സ്കീമകൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. അപ്പോൾ പുതിയ സ്കീമകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുത്തിയോ പുതിയൊരു കാര്യം മനസ്സിലാക്കുന്നതിന് സംസ്ഥാപനം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. സ്വാംശീകരണത്തിൽ നമുക്ക് പുതിയ സ്കീമയുടെ ആവശ്യം വരുന്നില്ല. ഓൾറെഡി ഉള്ള നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് തന്നെ പുതിയൊരു കാര്യം മനസ്സിലാക്കുന്നതാണ് സ്വാംശീകരണം. സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ പുതിയ സ്കീമ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ മാത്രമേ സംസ്ഥാപനം നടക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. നേരത്തെ പറഞ്ഞ അതേ കുട്ടി തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവൻ മറ്റൊരു ബോർഡ് കാണുകയാണ്. ആ ബോർഡ് ഒരു പിങ്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബോർഡാണ്. ആ ബോർഡ് കണ്ടപ്പോൾ കുട്ടി പറയാണ്, അച്ഛാ അതാ വീണ്ടും റെഡ് കളർ ബോർഡ്. അപ്പൊ അച്ഛൻ പറയുന്നു, അത് റെഡ് കളർ അല്ല മകനെ. റെഡ് കളർ എന്ന് പറയുമ്പോൾ അച്ഛൻ റെഡ് കളർ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛൻ്റെ കയ്യിൽ ഒരു റെഡ് കളറിലുള്ള ഒരു പെൻ ഉണ്ടായിരുന്നു. ആ പെണ്ണ് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇതാണ് റെഡ് കളർ, അത് പിങ്ക് ആണ്, കണ്ടില്ലേ ആ ഒരു ഷെയ്ഡിലെ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവന് ആ ഒരു വ്യത്യാസം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ കുട്ടിയുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞു. റെഡും പിങ്കും രണ്ടും രണ്ടാണ്. അപ്പൊ അവന്റെ റെഡ് എന്ന് പറയുന്ന സ്കീമയിൽ ചെറിയ മാറ്റം വന്നു. റെഡ് ഇന്നതാണ്, സ്കീമ ഇന്നതാണ് എന്ന് പിങ്ക് ഇന്നതാണ്. അപ്പൊ പിങ്ക് എന്ന സ്കീമ പുതുതായിട്ട് അവന്റെ മനസ്സിലേക്ക് ആഡായി. അപ്പൊ പുതിയൊരു സ്കീമ അവന്റെ മനസ്സിലേക്ക് വന്നു. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഒരു കുട്ടി സൂവിലേക്ക് പോവുകയാണ്. സൂവിലേക്ക് പോകുന്ന കുട്ടി കുറുക്കനെ കാണുമ്പോൾ അവൻ നായ എന്ന് പറയുന്നു, അത് ഡോഗ് ആണെന്ന് പറയുന്നു. അവൻ ഡോഗിനെ കണ്ടിട്ടുണ്ട്, കുറുക്കനെ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛൻ പറയുന്നു, അത് ഡോഗ് അല്ല മോനെ, അത് ഫോക്സ് ആണ്. അതിൻ്റെ വാല് കണ്ടോ, അതിൻ്റെ ചെവി കണ്ടോ, അതിൻ്റെ വായ കണ്ടോ, വ്യത്യാസം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ ഫോക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ സ്കീമയിൽ കൂട്ടിച്ചേർക്കൽ വന്ന് കുട്ടി ഫോക്സ് എന്ന് പറയുന്ന പുതിയൊരു ജീവിയെ പഠിക്കുന്നു. ഇതാണ് സംസ്ഥാപനം. ഓക്കെ അല്ലേ? അപ്പോൾ സംസ്ഥാപനവും സ്വാംശീകരണവും കൂടിച്ചേർന്നാണ് അനുരൂപീകരണം നടക്കുന്നത്. അപ്പൊ അനുരൂപീകരണം എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വാംശീകരണവും സംസ്ഥാപനവും കൂടിച്ചേർന്നാണ്. ഇനി സംയോജനം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഈ പഠിച്ച കാര്യങ്ങളെ ഒന്ന് അടുക്കി വെക്കുന്നതിനാണ് സംയോജനം എന്ന് പറയുന്നത്. നമ്മളൊരു ഷെൽഫിൽ കുറേ പുസ്തകങ്ങൾ കൊണ്ട് അടുക്കി വെക്കുകയാണ് അല്ലെ. കുറേ പുസ്തകങ്ങൾ നമ്മളൊരു ഷെൽഫിനകത്ത് നോവൽ എന്ന കാറ്റഗറിയിൽ കുറേ നോവൽ കൊണ്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നു. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഒരു വൈജ്ഞാനിക ഘടനയായിട്ട് അല്ലെങ്കിൽ ഒരു ഘടനയായി അടുക്കി വെക്കുന്നതിനാണ് നമ്മൾ സംയോജനം എന്ന് പറയുന്നത്. സന്തുലീകരണം എന്ന് പറയുന്നത് അനുരൂപീകരണവും സംയോജനവും കൂടി ചേർന്നതാണ് സന്തുലീകരണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. സന്തുലീകരണം നടക്കുന്നത് അനുരൂപീകരണത്തിലൂടെയും സംയോജനത്തിലൂടെയുമാണ്. അനുരൂപീകരണം നടക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാപനത്തിലൂടെയും സ്വാംശീകരണത്തിലൂടെയാണ് കേട്ടോ. സംസ്ഥാപനത്തിലൂടെയും സ്വാംശീകരണത്തിലൂടെയും ആണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് പിയാഷെയുടെ വികാസഘട്ടത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പങ്ങൾ. ഇനി അദ്ദേഹം കുട്ടികളുടെ വൈജ്ഞാനിക വളർച്ചയുടെ അടിസ്ഥാനത്തിൽ 4 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കുക, നന്നായി പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.